ഹായ് കൂട്ടുകാരെ, അപ്പം ഞാനിന്ന് ജോലി കഴിഞ്ഞിട്ട് പോകുന്ന അമ്മേൻ്റെ ഏടത്തീൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഇന്നൊരു പരിപാടിയുണ്ട്. അപ്പം അമ്മു ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പം ഞാനും ഇവിടുന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് അപ്പോൾ ഞാൻ ബസ്സിൽ നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ബസ് ഇറങ്ങി നടക്കുക കേട്ടോ. ബസ് ഇറങ്ങിയിട്ട് വല്യമ്മേൻ്റെ അവിടേക്കാണെങ്കിലും കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. വഴിയൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് ഇട്ടുണ്ട് കേട്ടോ ഒരുപാട് വട്ടം. നമ്മൾ തുമ്പക്കോടുമല അമ്പലത്തിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഉണ്ടോ ഇരുട്ടായി, മുകളിലോട്ട് നോക്കുമ്പം ആകാശമൊക്കെ ഇരുണ്ടിട്ടുണ്ട്. ഇതാ വീട്ടിലെത്തിയപ്പോൾ വല്യമ്മ ഇതാ മുന്നിൽ പുറത്ത് വിളക്കും വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്യച്ഛൻ്റെ ആണ്ടാണ്. വല്യച്ഛൻ മരിച്ചിട്ടൊരു 96 മരിച്ചതാണ് കേട്ടോ. പക്ഷേ എല്ലാ വർഷവും ആ ചടങ്ങ് ഇവിടെ വല്യമ്മ നടത്തും. വെച്ച് കൊടുക്കുന്ന കാർന്നോമാർക്ക് വെച്ച് കൊടുക്കുന്ന കൂടെ വല്യച്ഛനും വല്യച്ഛൻ്റെ കാർന്നോമാർക്കും ഒക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കളെല്ലാവരും വരും കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നൊക്കെ പോകുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ വല്യച്ഛൻ്റെ ഈ വെച്ച് കൊടുക്കൽ ചടങ്ങിന് പോകുന്നത്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചീൻ്റെ മക്കളുണ്ട്, എൻ്റെ ചേച്ചി ദൂരെ നിന്നും ആരുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും എല്ലാവരും എല്ലാവരും വരും. എല്ലാവരും വന്ന് വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ഇവിടെ ഇങ്ങനെയാട്ടോ ചടങ്ങ്, വെച്ച് കൊടുക്കുന്ന ചടങ്ങ്. അപ്പം എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് ഉണ്ണിമാമനെവിടെ, ലതാന്റിയുടെ, അമ്മമ്മയുടെ, കണ്ണമാമനോ, മോളിയോ, മോളി തുട്ട, ചിച്ചയുടെ, ഒന്ന് അപ്പം നമ്മളിവിടെ ചടങ്ങ് തുടങ്ങിയിട്ടോ. ഞാനും ചേട്ടായും കൂടെ നാലമ്പലം പോയപ്പോൾ ഡാൻസ് കളിച്ചു. അത് ഞാൻ യൂട്യൂബിലിട്ട്. അതാണ് ചക്ക എവിടുന്ന? ചക്ക അത് കപ്പയല്ലേ? ചക്ക കിട്ടി ആൻറ്റി? അല്ല, ചക്ക കിട്ടി. പുഴുങ്ങിയ ചക്ക ഉണ്ടോന്ന്? ഓ ആൻറ്റി, അതെന്താ ആൻറ്റീന്ന്? അത് അങ്ങനെ വിളിച്ച് ശീലായി പോയില്ലേ? അങ്ങനെ വിളിച്ച് ശീലായി പോയത് ഇപ്പൊ മാറ്റാൻ പറ്റൂല. ചക്കപ്പഴം വെച്ചക്ക നേരത്തെ വെച്ചതിന് ബാക്കി ആൻറ്റി തന്നതാ. ഇനി ഞാൻ ഒരു കൊടുത്താൽ മതി. വേണ്ടതാ പൂവതാ അമ്മ പറഞ്ഞില്ല ഉളിയൻ കൊടുക്കണമെന്ന്. വാതിലടച്ചാളേ ഇച്ചിരി ഒന്ന് തുറന്നിടണം. ഫുള്ളടയ്ക്കൂല, കുറച്ച്. കോമഡി ആക്കാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട്.
എന്റെ അമ്മ അതാരാ ചോദിക്ക് പുറകുള്ള ആരാ ഇതാരാ അതാരാ ഇതാരാ ഇത് അതും അമ്മയാ? നീ ആരെ മടിയിലാ ഇരിക്കുന്നേ? ഞാനാരാ ഇപ്പൊ അമ്മായി എടെ അമ്മായി കുഞ്ഞേ ഉണ്ണിമാമനേതാ ഏത് ഇത് അതാരാ അമ്മുടെ അമ്മു വീട് എടുക്കണ ആരാ അമ്മുടെ അമ്പാടിയെ അമ്മുടെ അമ്മു നോക്കണോടാ ഇത്രയും റൗണ്ട് അടിക്കാമല്ലോ അങ്ങനെ 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 നോക്കിയിട്ട് മുത്തച്ഛമ്മ ആ ഓക്കെ ഞങ്ങള് കേറുകയാണ്. ഇനി അമ്മയൊരു പണി സന്തോഷം കണ്ട നുള്ളി കാഞ്ഞൊന്ന് ചെറിയൊരു അമ്മയ്ക്ക് നിങ്ങളെ മാത്രമേ ആരോഗ്യം ഉണ്ടോ? ഇതിലെല്ലാരും നാളെ എടുത്തിട്ടോ ഇവിടെ ഇരുന്നടാ അല്ല ഒരു മണി പറഞ്ഞോ നീ ഇതെല്ലാരും സാധനം എടുത്താ സാധനം കൂടുതലാ കഴിയില്ല അല്ലേ യൂട്യൂബ് കൊണ്ട് നൈറ്റാ ഇത് ഇങ്ങോട്ട് എടുത്തോളി എനിക്ക് നൈറ്റ് അടങ്ങിക്ക് നമ്മൾ നോക്ക് ചെയ് വീഡിയോ ചുമ്മാ ഇരിട്ടോ അപ്പോൾ ഇന്നലെയായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ മരിച്ച ഓർമ്മ ദിവസം കേട്ടോ. ഞാൻ അപ്പച്ചൻ 18-ലാണ് മരിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ ഞാനത് മറന്നിട്ടോ മുറക്കിയിട്ടോ ഇല്ല. ഇന്നലെ എനിക്ക് എന്താ സംഭവിച്ചാറില്ല, എനിക്ക് ആ കാര്യമേ ഓർമ്മയുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവിടെ വെല്ലിച്ചൻ്റെ പരിപാടിക്കൊക്കെ പോയി പങ്കെടുത്ത് വന്ന് അവിടുന്ന് പോരാനിറങ്ങുമ്പോൾ രാത്രി ഒരു 9 മണി ആയപ്പോഴാണ് കെട്ടിയവൻ വിളിച്ച് ചോദിക്കുന്നത് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയുമോയെന്ന്. അതിലെനിക്ക് ആകെ ഷോക്കായി പോയിട്ടോ. എനിക്ക് എന്താ പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചിനോട് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല, നാളെ രാവിലെ അമ്പലത്തിൽ പോയിട്ട് ചെയ്താൽ മതി. അപ്പം ഞാൻ പിന്നെ ഇന്ന് രാവിലെ തന്നെ കുളിച്ച് വേഗം എലഞ്ഞിക്കൽ വന്ന് അപ്പച്ചൻ്റെ പേരിൽ മരിച്ചവർക്കുള്ള പ്രതിപൂജ കഴിപ്പിച്ചു കേട്ടോ. അതാ കഴിപ്പിച്ച് തൊഴുത് ഞാൻ ഇറങ്ങിപ്പോരാണ്. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര സങ്കടം. ദേവീൻ്റെ മുന്നിലാണേലും ശിവൻ്റെ മുന്നിലാണേലും ഒക്കെ പോയി നിന്നിട്ട് അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്തൊരു ദിവസമല്ലേ അത്, ഞാൻ മറന്നുപോയാൽ എനിക്ക് ഭയങ്കര വിഷമവും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കേട്ടോ. എന്താണേലും ഞാൻ അതിന് മാപ്പ് ചോദിച്ച് അവിടെ പോയി പൂജയും കഴിപ്പിച്ച് അവർക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പോന്നു കേട്ടോ. ആ കൂടെ എൻ്റെ അച്ഛനും കൂടെ വേണ്ടി പ്രാർത്ഥിച്ച്, രണ്ടച്ഛന്മാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ പറയുക, പറയാൻ കിട്ടുന്നില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇനി കടയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ പോരാ. എന്നാലും എനിക്കതെന്താണെന്നറിയില്ല, മനസ്സിൽ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, മറക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മറ്റുള്ളവർ മറന്നാലും ഞാനാണ് അവരോട് വിളിച്ച് പറയുന്നത്, ചെയ്യേണ്ടത്, ഓർമ്മപ്പെടുത്തുന്നത്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല. ആകെ ഒരു എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു അസ്വസ്ഥത, ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ എന്താണേലും എല്ലാം ദൈവത്തിനോട് പോയി പറഞ്ഞു. മറവി മനുഷ്യന്മാർക്ക് എന്താ പറയുക, വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഒക്കെ ദൈവമ്മേനോട് പോയി പറഞ്ഞു. കുറച്ച് നേരം ദൈവമ്മേൻ്റെ അടുത്തിരുന്ന് കരഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഇതപ്പോൾ ഞാൻ വണ്ടി കാത്ത് നിൽക്കുക കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് ചില സമയങ്ങളിൽ അങ്ങനെയാണ്, നമ്മൾ ഇതാവാത്തൊരു ഇത് കാണുമ്പോഴേ. അപ്പോൾ ബസ് കാത്ത് നിൽക്കുക ഞാൻ. ഇനി എന്തെങ്കിലും ബസ്സോ ഓട്ടോയോ എന്തെങ്കിലും കിട്ടിയാൽ അതിന് പോവാമല്ലോ. ഇവിടെ മൊത്തം റോഡ് പണി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഓട്ടോ കിട്ടിയിട്ടോ. അപ്പോൾ അതിന് കയറി പോന്നു കടയിലേക്ക്.